കട്ടപ്പന വെള്ളയാംകുടിയിൽ വൈദ്യുതി മുടങ്ങിയിട്ട് 4 ദിവസം പിന്നിട്ടു. വൈദ്യുതി വകുപ്പിനെ പലതവണ അറിയിച്ചിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. രോഗികളടക്കം ബുദ്ധിമുട്ടിലായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. കട്ടപ്പന വെള്ളയാംകുടി മേഖലയിലാണ് ദിവസങ്ങളായി വൈദ്യുതി മുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ മരച്ചില്ല ഒടിഞ്ഞു വീഴുകയും പോസ്റ്റ് ഉൾപ്പെടെ തകരുകയും ചെയ്തിരുന്നു. ഇവ പുനഃസ്ഥാപിക്കണമെന്ന് നിരവധി തവണ ജീവനക്കാരെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ പോസ്റ്റയിലോട്ടൊരു ലൈൻ കമ്പിയുടെ പുറത്തൊരു മരം മുറിഞ്ഞ് വീണിട്ട് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി ഞാനും കൂടെ വന്ന് ഞങ്ങൾ വാളിനൊക്കെ അത് മുറിച്ച് എല്ലാം നേരെയാക്കി ഇട്ടേക്കും. അവർ പോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാന്നൊന്നും അറിയത്തില്ല. കറണ്ട് ബില്ലിന് യാതൊരു കുറവുമില്ല. 4 ദിവസം കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവന് ആ 4 ദിവസത്തിന് അവർ 6 ദിവസത്തേയും കൂടെ കൂട്ടിയാണ് കറണ്ട് ബില്ലടിച്ച് വരുന്നത്. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് കൊടുത്തേ പറ്റുള്ളൂ. ഇതുവരെ അത് വന്ന് നന്നാക്കി തരണം. രോഗികളായവരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന. വൈദ്യുതി ഇല്ലാതായതോടെ കുടിവെള്ളമടക്കം മുടങ്ങുന്ന സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം KSEB ഓഫീസിൽ ജീവനക്കാർ കുറവാണെന്നാണ് ലഭിക്കുന്ന മറുപടിയെന്ന് വാർഡ് കൗൺസിലർ പറയുന്നു. മഴക്കാലത്ത് ജീവനക്കാരുടെ കുറവ് നികത്തി അടിയന്തര നടപടി ഉണ്ടാകണമെന്നും മേഖലയിൽ അടിയന്തരമായി വൈദ്യുതി എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യമാണ് ശക്തമാവുന്നത്. കാലവർഷം ശക്തിപ്പെട്ടതോടുകൂടി KSEBയുടെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ച മൂലം കഴിഞ്ഞ 4 ദിവസമായി വെള്ളയാംകുടി ഭാഗത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു ഭാഗത്തും തന്നെ വൈദ്യുതി എത്തിയിട്ടില്ല. വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും മോട്ടോർ വെച്ച് വെള്ളം ഉപയോഗിക്കുന്നവരാണ്. കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം എടുക്കുന്നവരാണ്. കൊച്ചു കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്. 4 ദിവസമായി ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും വെള്ളം കിട്ടാത്തൊരു കണ്ടീഷൻ, കുടിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ കണ്ടില്ലാതെ നിൽക്കുന്നത്. പണിയെടുക്കുന്ന KSEBയിലെ ഇപ്പോഴുള്ള ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്, പക്ഷേ ഇവരുടെ സ്റ്റാഫ് പാറ്റേൺ ഒരിക്കലും ശരിയല്ല. ഇത് വേനൽക്കാലത്ത് ചെയ്യേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല, ടച്ച് വിട്ടിട്ടില്ല. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന ലൈൻമാന്മാരും വർക്കർമാരും നിലവിൽ കട്ടപ്പന KSEBയിൽ ഇപ്പോൾ അതിനുള്ള സ്റ്റാഫില്ല. മരശിഖരങ്ങൾ വെട്ടുന്നതടക്കമുള്ള നടപടികൾ മേഖലയിൽ വേണ്ടവിധം നടത്തിയിട്ടില്ല. ഇതാണ് മഴ ആരംഭിച്ചതോടെ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും വൈദ്യുതി ബന്ധം ഇല്ലാതാകുവാൻ കാരണമായതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വൈദ്യുതി വകുപ്പിലേക്ക് ബന്ധപ്പെട്ടിട്ടും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്നും ആരോപണങ്ങൾ ശക്തമാണ്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഇരുട്ടിൽ ആയിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ പോലും ആവാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.